നമസ്കാരം. എല്ലാവർക്കും സ്പേസ് ഗ്രേഡ് ആർട്ട് ആൻഡ് ഡിസൈൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് രോഹിത് രാജൻ. ഈ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ബേസിക്കായിട്ടുള്ള ആൻഡ്രൂ ലൂമിസിൻ്റെ ഹള്ളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. അത് ഏറ്റവും സിമ്പിളായിട്ട്, അതായത് കൂടുതൽ കോംപ്ലിക്കേഷനോ അതായത് എത്രയും അബ്സ്ട്രാക്റ്റ് ചെയ്ത് സിമ്പിളാക്കാമോ അത്രയും ചെയ്താണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെയും കൂടുതൽ സിമ്പിളാക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക, നിങ്ങളുടെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതിൻ്റെ ഇപ്പോൾ നമ്മൾ ഇന്നലെ ക്രിയേറ്റ് ചെയ്ത അതിൻ്റെ സർഫസ് ഡീറ്റെയിലും അതിൻ്റെ പ്രത്യേകതകളും നമുക്ക് ഒന്ന് പരിശോധിക്കാം. അപ്പോൾ നമ്മൾ ഒരു ബ്ലെൻഡറിലൊരു മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഹെഡ്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടില്ല, ഇതിന് എത്ര സർഫസ് ഉണ്ട്. നമ്മൾ ഫസ്റ്റ് വിഷ്വലായിട്ട് ചിന്തിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ മുഖത്തിൻ്റെ ഡീറ്റെയിൽസും അതുപോലുള്ള കാര്യങ്ങളും വേണം എന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിനകത്ത് ഈ കളർ കൊടുത്തിരിക്കുന്ന ഓരോന്നും സർഫസായിട്ട് കാണാം. അപ്പോൾ 1, 2, 3, 4, 5, 6, 7. ഇപ്പോൾ ഇതിനകത്ത് 7 സർഫസാണ് വരുന്നത്. പക്ഷേ ഇത് ടെക്നിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 2 സർഫസ് മാത്രമേ വരുന്നുള്ളൂ. ഇവിടെ 1, 2, 3, 4 സർഫസ് മാത്രമേ വരുന്നുള്ളൂ. ഇതൊരൊറ്റ സർഫസാണ്. ഇപ്പോൾ ഇത് കണ്ടിട്ട്, ഇതിപ്പോൾ നമ്മുടെ ഈ ഫ്രണ്ടിൽ വന്നിരിക്കുന്ന ഈ ഒരു സംഭവം ഒറ്റ സർഫസായിട്ട് വന്നിരിക്കുകയാണ്. അതിൻ്റെ താഴെ വേറൊരു സർഫസ് വന്നിരിക്കുകയാണ്. പിന്നെ ഈ 2 സൈഡിലും ഓരോരോ സർഫസായിട്ട് വന്നിരിക്കുകയാണ്. ഈ സംഭവം ഏറ്റവും സിമ്പിളായിട്ടുള്ള അബ്സ്ട്രാക്ഷനാണ്. അപ്പോൾ ഇതിൽ കൂടുതൽ നമുക്ക് അബ്സ്ട്രാക്ട് ചെയ്യാൻ പറ്റത്തില്ല. വളരെ സിമ്പിളായിട്ടുള്ള അബ്സ്ട്രാക്ഷനാണിത്. ഇതിപ്പോൾ നിങ്ങൾ ഈ 3D കണ്ടു കഴിയുമ്പോൾ ഇതിൻ്റെ പോളിഗൺ കൗണ്ടല്ല നോക്കേണ്ടത്, ഇതിൻ്റെ സർഫസ് സ്പെഷ്യാലിറ്റിയാണ് നോക്കേണ്ടത്. ഒരു കേർഡ് സർഫസും 2 പ്ലെയിനാർ സർഫസുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എന്താ പറയുന്നത്, മുഖത്തെ പോലെ മുഖം പോലെ തോന്നണമെന്നുണ്ടെങ്കിൽ നമുക്ക് കളർ മാറ്റിപ്പെടുത്താൻ മതി. ഇതുകൊണ്ടല്ലേ ഇപ്പോൾ ഏകദേശം മുഖം പോലെ. ഇവിടെ താടിയിൽ വരും. ഇത് ഫ്രണ്ട് ഫേസ്, ഇത് മുകളിലെ സ്കള്, സൈഡ്. അപ്പം ഇങ്ങനെയാണ് ഇതാണ് ഒരു ബേസിക് ഷേപ്പ്. ഓക്കെ,
അപ്പോൾ ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രിക്ട്ലി പൊസിഷനിലാണ്. ഇതിനകത്ത് കൂടുതൽ കണ്ടിന്യൂറ്റി ഒന്നും വരുന്നില്ല. ഇതിൻ്റെ സർഫസ് എല്ലാം ഇപ്പോൾ നിങ്ങൾ കേർഡ് ആണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ സർഫസ് കണ്ടിന്യൂറ്റി പൊസിഷനിലാണ്. കർവേച്ചർ കണ്ടിന്യൂറ്റി ഇല്ല ഇതിന്. കാരണം ഇത് കണ്ടില്ലേ, ഒരു പ്ലെയിനാർ സർഫസ്, ഈ ഒരു സർഫസിൽ ഇത് ഇൻട്രാക്ഷൻ ഉണ്ടാകുന്നത് ഈ ഒരു സർഫസും തമ്മിലാണ്. 2 സർഫസേ ഉള്ളൂ ഇവിടെ, യഥാർത്ഥത്തിൽ 2 സർഫസേ ഉള്ളൂ. അതിന് നമുക്കിത് മായ്ച്ചിട്ട് ഇത് തന്നെ നോക്കാം. കണ്ടില്ലേ, ഈ ഒരു നീല സർഫസും വെളുത്ത സർഫസ് മാത്രമേ ഉള്ളൂ പ്രത്യക്ഷത്തിൽ. അപ്പോൾ ഇവിടെയാണ് സർഫസ് കണ്ടിന്യൂറ്റി വരാനുള്ള സാധ്യത. ഇവിടെ നമ്മൾ ബിവൽ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കർവേച്ചർ കണ്ടിന്യൂറ്റി വരും. പക്ഷേ അതല്ലാതെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റായിട്ട് കണ്ടില്ലേ, ഷാർപ്പ് എഡ്ജായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ പൊസിഷണൽ കണ്ടിന്യൂറ്റിയാണ്. പൊസിഷണൽ കണ്ടിന്യൂറ്റിയെ ഡിനോട്ട് ചെയ്യുന്നത് G0 ആണ് കേട്ടോ. ഇത് കർവേച്ചർ കണ്ടിന്യൂറ്റി വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുള്ളായിട്ട് സ്മൂത്ത് ചെയ്യുക. ഈ സംഭവം സ്മൂത്ത് ചെയ്ത് കഴിയുമ്പോൾ കർവേച്ചർ കണ്ടിന്യൂറ്റി വരും. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇപ്പം പൊസിഷണലായിട്ടുള്ള കണ്ടിന്യൂറ്റി വെച്ചാണ് നമ്മൾ ഈ സ്കൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സുമായിട്ട് അടുത്ത തവണ. നന്ദി, നമസ്കാരം.